നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. വിശ്വാസം ചൂഷണം ചെയ്യുന്നവർക്ക് ഏറെ വളക്കൂറുള്ള സ്ഥലമായ ആലപ്പുഴ ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നു പോകുന്നത്. ദിവ്യത്വം അവകാശപ്പെടുന്നവരെല്ലാം തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് വൻതോതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിൽ നിന്ന് വന്ന് പണവും പ്രശസ്തിയും നേടിയ പലരും ഇത് തികച്ചും ബോധപൂർവം തന്നെ ചെയ്യുന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കടലും കായലും അതിരിടുന്ന ഭൂപ്രദേശങ്ങളും ജലസമൃദ്ധിയുടെ നിറക്കാഴ്ചകളുമൊക്കെയാണ് ആലപ്പുഴ ജില്ലയെ വ്യത്യസ്തമാക്കുന്നത്. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല വിശ്വാസ ചൂഷകരുടെയും ഇഷ്ടകേന്ദ്രമായി ആലപ്പുഴ ഇന്ന് മാറിക്കഴിഞ്ഞു. കലവൂരിൽ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട സിദ്ധൻ നടത്തുന്ന കേന്ദ്രത്തിലേക്കാണ് കാണാത്ത കേരളം ടീമിന്റെ ആദ്യ യാത്ര. ദേശീയപാതയിൽ കലവൂർ ബെർണാഡ് ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്ററോളം അകത്തേക്ക് പോയാൽ ബിസ്മില്ലാഹ് സ്വലാത്ത് മജ്ലിസായി. കൊട്ടാര സദൃശ്യമായ വീടിനോട് ചേർന്നുള്ള ആരാധനാ കേന്ദ്രത്തിലാണ് സിദ്ധൻ വിശ്വാസികളെ കാണുന്നത്. ഈ വീട് ഉദ്ദിഷ്ടകാര്യം നടന്നതിന് ഉപകാരസ്മരണയായി അന്യസംസ്ഥാനക്കാരനായ ഡോക്ടർ പണിത് നൽകിയതാണെന്ന് വിശ്വാസികൾ പറയുന്നു. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ് കലവൂർ ബാവ എന്നറിയപ്പെടുന്ന സിദ്ധൻ. പിതാവ് ഖലീലാണ് ആരാധനാ കേന്ദ്രത്തിൽ വിശ്വാസികളെ നിയന്ത്രിക്കുന്നത്. പ്രായം കുറവാണെങ്കിലും ബാവ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. അമ്മാവന്റെ മകളെയാണ് ബാവ വിവാഹം കഴിച്ചത്. അമ്മാവനാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ. എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കിടക്കുകയാണ് മണ്ണഞ്ചേരി. എനിക്ക് പലചരക്കടയായിരുന്നു. എനിക്കൊരു നിർദ്ദേശം തന്നു, നീ പലചരക്ക് നിർത്തിയേക്കാൻ പറ്റും, വേറൊരു ഫീൽഡിലേക്ക് തിരിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഫീൽഡായി ഇപ്പോൾ അച്ചാറിൻ്റെ ബിസിനസ്സാണ്. മത്സ്യവില്പനക്കാരനായിരുന്ന ഖലീലും കുടുംബവും നേരത്തെ സമീപത്തെ കോളനിയിൽ ചെറിയ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. മകൻ നിബാസിന് 8ാം വയസ്സിൽ അത്ഭുതസിദ്ധി ലഭിച്ചതോടെ ഖലീലിന് ശുക്രനുദിച്ചു. ഷൈഖ് ഒലിയുള്ള എന്ന സിദ്ധന്റെ ആത്മാവ് ശരീരത്ത് പ്രവേശിക്കുന്നതോടെയാണ് കലവൂർ ബാവയ്ക്ക് അത്ഭുത ശക്തി ഉണ്ടാകുന്നതത്രേ. ബാവയുടെ മുഖം വിശ്വാസികൾക്ക് കാണാനാകില്ല. പ്രത്യേകം തയ്യാറാക്കിയ പച്ചവിരിപ്പിന്റെ മറവിലിരുന്നാണ് ബാവ പ്രവചനങ്ങൾ നടത്തുന്നതും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതും. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആണ്ടുനേർച്ചയ്ക്ക് ബാവ പുറത്തെത്തുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുമെങ്കിലും അന്നും മുഖം മറച്ചിരിക്കും. കലവൂരിൽ വാണിടും യാ തസ്ബീഹ് മണികൾ കോർക്കാം, തഹ്ലീൽ വചനം ചൊല്ലാം, ഇരു കൈകൾ ഉയർത്തി ഞാൻ നിന്നോടിരക്കുന്നേ യാ ജല്ല ജലാലല്ലാഹ്. ബിസ്മിയും ഹംദുകളോതി തുടങ്ങും മജ്ലിസ് ഷെയ്ഖ് വലിയുള്ളാഹ്. കണിയാപുരത്തൊലിയെ കലവൂരിൻ പൂമണിയെ ദീനിസ്ലാമിന്റെ കൺമണിയെ. രാവിലെ 7 മണിക്കെത്തിയ ഞങ്ങൾക്ക് തിരക്കു കാരണം വൈകിട്ട് 3 മണിയോടെയാണ് കലവൂർ ബാവയുടെ അടുത്തെത്താൻ അവസരം ലഭിച്ചത്. തൃശൂർ സ്വദേശി വിജയകുമാർ ആണെന്നും പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ശേഷം ഭയപ്പാടാണെന്നും ഞങ്ങൾ ബാവയോട് കളവു പറഞ്ഞു. ഏതാനും മിനിറ്റ് സമയം കൊണ്ട് ബാവ ദിവ്യദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഉപദ്രവം 2 രീതിയിലുണ്ട്. ഒന്ന്, ഈ ശുദ്രക്കെട്ട് പോലെ ഒരു തട്ടുകേട് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ജലവുമായി ബന്ധപ്പെട്ട ഒരു ഇനക്കേട് കൂടിയുണ്ട്. രണ്ടും ചീത്ത തന്നെയാണ്. ചീത്ത എന്ന് പറയുമ്പോൾ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന രീതി. അത് ഒരേ നേറ്റിക്കല്ല, വന്നും പോയി. ഒരു ദിവസം നേരത്തിൽ ലെവലായിട്ടിരുന്നാൽ പിറ്റേന്ന് അസ്വസ്ഥതകൾ ഉണ്ടാവും ശരീരത്തിനും മൊത്തത്തിലെല്ലാ മേഖലകളും. പോലെയാണ് ഈ വിഷാംശം പോകുന്നതിൻ്റെയാണ്. അതെ. രണ്ടാമതുള്ളത്
ഉപദ്രവം അത് ചില പൈശാചിക ഉപദ്രവങ്ങളാണ്. എന്തോ കിട്ടിയതാണ് പ്രേതത്തിന്റെ അങ്ങനെ ചെറിയൊരു ടച്ചിങ്ങേ ഉള്ളൂ. പക്ഷെ എന്തോ നമ്മുടെ സമയത്തിന്റെ കൊണ്ടാണെന്ന് നമുക്കത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. മൊത്തത്തിലുള്ള ക്ഷീണവും കാര്യങ്ങളും പഴയ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു ഊർജ്ജം കിട്ടായികയൊക്കെ ഉണ്ട്. പൊതുവെ മണ്ണതയായിട്ട് ഉള്ളിലെ കളയണം. ഉള്ളിലെ വിഷാംശം ഇത്തിരി പന്തികേടാണ്. ക്ഷുദ്രക്കെട്ടും ജലപ്പിശാചിന്റെ ഉപദ്രവവും മാറ്റാൻ ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യണം. പശുനെയ്യ്, മഞ്ഞൾപ്പൊടി, തേങ്ങ, വീടിന്റെ നടയിലെ മണ്ണ് എന്നിവയുമായാണ് വീണ്ടും വരേണ്ടത്. അവിടുത്തെ മണ്ണെന്തെങ്കിലും ഉണ്ടോ? കയ്യിലുണ്ടോ? ഇല്ല, പറഞ്ഞിട്ട് ഒന്നും ഇന്ന് മുതലേ മണ്ണിന് എന്തെങ്കിലും പ്രശ്നമില്ല. താഴെ വെക്കണം കേട്ടോ. തലേന്ന് താഴെ നൂല് വെച്ച് കിടക്കണം. കൈവശം കളയാനായിട്ട് ഒരു 50 ഗ്രാം പശു നെയ്യും ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു പൊതിച്ച ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ അതിൻ്റെ രോമമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നാരൊക്കെ കളഞ്ഞ് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരണം. വരുമ്പോൾ അവിടുത്തെ ഇത്തിരി വീട്ടിലെ ഇത്തിരി മണ്ണൂടി എടുക്കണം. ഫ്രണ്ടിലെ നോക്കണം. അവിടുത്തെ മണ്ണിന് എന്തോ ഒരു തട്ടയോടുകൂടെ കാണണം മിക്കവാറും. ഈ മരുത്തുപോക്കിന്റെ എന്തെങ്കിലും സൈഡ് കാണും ഇവിടെ ഭൂമിയിൽ. അത് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങളാണ്, ദോഷഭാഗങ്ങളുടെ. നോക്കിയിട്ട് ഞാൻ വിശദമാക്കി തരാം. ഇല്ലാത്ത അനിയനെ കാണാനില്ലെന്ന കളവും ഞങ്ങൾ ബാവയോട് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല, അനിയന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചാൽ ബാവ തിരിച്ചെത്തിക്കും. ഈ അനിയന്റെ ഒരു കാര്യം ഫോട്ടോ ഒന്നും കൊടുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇറപ്പുണ്ടായിരുന്നല്ലോ. മണ്ണെടുക്കാൻ പോകുമ്പോ അതുകൂടി എടുക്കും. നോക്കാനാണ് ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞു. ആളുണ്ടോ ഇല്ലയെന്നും ഏത് ദിശയുള്ളതാണെന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഫോട്ടോ വെച്ച് നോക്കണം. ഫോട്ടോയും മണ്ണും വെച്ച് നോക്കണം. നോക്കണം കണക്കിന്. ഇപ്പൊ ഈ ആരുടം പറഞ്ഞിരിക്കുകയാണെ, ആരുടം പറയാന്ന് വെച്ചാല് ആദ്യത്തെ നോട്ടത്തിൽ നമുക്ക് അതിന്റെ വ്യക്തമായ തെളിവ് കിട്ടത്തില്ല. അത്ര ഉള്ളിലെ സാധനങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സ്ഥാനം എന്താണ് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമാക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തായാലും ആരും കൊടുക്കാതെ പോകത്തില്ലല്ലോ. എന്തായാലും പോകത്തില്ല. പോയി കഴിയുമ്പോഴേ നോക്കണം. അതിന്റെ നമുക്ക് അവൻ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ലേ ഈ വന്ന സാധനം ഒന്നും അങ്ങോട്ട് തിരിച്ച്. കാരണം എന്താണല്ലേ അത്ര ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ. അതെ, ഞാൻ ജയിച്ചുതരാം. മാറിയിട്ട് ഞാൻ ജയിച്ചുതരാം. മാറിയിട്ടേ ഞാൻ ജയിച്ചുതരാം. സന്താനഭാഗ്യം ലഭിക്കാനാണ് കൂടുതൽ പേർ ബാവയെ കാണാനെത്തുന്നത്. ആഴ്ചയിൽ 1-2 ദിവസം ഇവർക്കു മാത്രമായി നീക്കിവച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിന്ന് വിശ്വാസികൾ ബാവയെ കാണാനെത്തുന്നു. കോളനിയിൽ നിന്നും മാളികയിലേക്കുള്ള ബാവയുടെ വളർച്ച നാട്ടുകാർക്ക് എല്ലാവർക്കുമൊന്നും രസിച്ചിട്ടില്ല. സന്തോഷ് മാധവൻ പ്രശ്നമുണ്ടായപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും കലവൂർ ബാവ പൂർവാധികം ശക്തനായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാടിനടുത്ത തൃക്കുന്നപ്പുഴയിലാണ് മുസ്തഫ ഉസ്താദ് താമസിക്കുന്നത്. പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിജയകുമാറിനെയും കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും പോയത്. പേരും ജനനത്തീയതിയും ചോദിച്ച ശേഷം ഉസ്താദ് ഒരു പേപ്പർ മുഴുവൻ എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. ഇങ്ങനെയാണ് ഉസ്താദ് മുൻപിൽ വരുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പേര് വിജയകുമാർ എന്ന പേര് കൊണ്ട് ഇതിൽ കാണിക്കുന്നത് ഇത് ഈ കുളത്തിൽ കുളിക്കാൻ പോയത് കൊണ്ടല്ല. ബാധ കുളത്തിൽ നിന്നു കിട്ടിയതല്ലെന്ന വലിയൊരു കണ്ടെത്തൽ തന്നെ ഉസ്താദ് നടത്തിക്കളഞ്ഞു. ഒരു പെണ്ണുവഴി ലഭിച്ച ക്ഷുദ്രമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഒരു പണി തന്നിരിക്കുകയാണ്. അതൊരു ലേഡീസിൽ നിന്ന് സംഭവിച്ചിരിക്കുക.
സ്ത്രീകളിൽ നിന്നല്ലേ? ഒരു പണി തന്നിരിക്കുക. ഈ പണിയാണ് ഇതിന് കാരണം. പക്ഷെ നമ്മൾ ഒരു പക്ഷേ ആ സമയത്ത് കുളിക്കാൻ പോയപ്പോൾ കുളിക്കാൻ പോയതോട് കൂടിയാണെന്നാണ് നമ്മുടെ തോന്നൽ. പക്ഷെ കുളിക്കാൻ പോയതോടുകൂടി അല്ല. ഒരു പക്ഷേ മുമ്പ് ഉണ്ടാകാം. പക്ഷെ അന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്തത് ഇതിന് ചെയ്യാൻ തുടങ്ങി അന്നായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ ഇതിൽ കാണിക്കുന്നതനുസരിച്ച് ഒരു ശ്വാസമുട്ടൊക്കെ ഉണ്ടാവും. അല്ല ഇപ്പൊ വേണമെന്നില്ല. അതായത് നമുക്കൊരു പണി ഒരാൾ തന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എഫക്റ്റ് ആണ് ഇപ്പൊ ശരിക്കും ടച്ച് ചെയ്തിരിക്കുന്നത്. കൂടോത്രം അതിനങ്ങനെ പേരുണ്ട്. ശുദ്രമാണിത് കേട്ടോ. ശുദ്രമെന്നും കൂടൂത്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു സ്തംഭന അവസ്ഥയാണ് ഇത്. ഏകദേശം എത്ര കാലമായിട്ട് ഒരു വർഷം എത്ര വർഷമായിട്ട് ചെയ്തിട്ടുണ്ടാവും? ഇത് കാണിക്കുന്ന ഒരു 4.5 വർഷത്തോളമായിട്ട്. ഇത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം വരേണ്ടി വരും. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞൊരു ഡേറ്റ് ഉണ്ടാവും, ഒരു സമയത്ത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു പരീക്ഷണ സമയമായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയിക്കണം. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ബാക്കി 60% ആദ്യത്തിൽ ചെയ്യുന്നത്. എങ്ങനെ കർമ്മം ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂർ താമസിക്കും. പൂജയായിട്ടുള്ളതാണോ അതോ നമ്മളിപ്പം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്ത് കർമ്മം ഉണ്ടാവും. അല്ലാതെ മറ്റേ പള്ളിയിൽ അങ്ങനെ കൊണ്ടിടാം അങ്ങനെയൊന്നും അല്ലല്ലോ. അത് നിങ്ങൾക്ക് തരുന്നത് ആ കൂടുതൽ മുട്ട തരും. കത്തിക്കേണ്ടി വരും. മുട്ട കത്തിക്കണമല്ലേ? തീയിട്ട് കത്തിക്കും. ഉസ്താദ് പൂജിച്ചു തരുന്ന മുട്ട കത്തിച്ചു കളയുന്നതോടെ പ്രശ്നങ്ങൾ തീരും. കർമ്മങ്ങൾക്ക് 2700 രൂപയാണ് ചെലവ്. ഇതിപ്പോൾ ഒരു 1000, 2200ഓളം ആ ദിവസം. രണ്ടാം ദിവസം അത് പിന്നെ പറയും. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം കൂടെ. ഇച്ചിരി ചില്ലറ ഐറ്റംസ് ഒക്കെ വേണം. കാണാതെ പോയ അനിയനെ തിരിച്ചെത്തിക്കാനും ഒരു വിഷമവുമില്ല. അതിന് ഒരു കരിങ്കോഴിയുടെ മുട്ട മതി. നമുക്കത് ആളിനെ വരുത്താനുള്ള മാർഗമുണ്ട്. പക്ഷെ അത് കരിങ്കോഴി മുട്ട. കറുത്ത കോഴിയല്ല, കരിങ്കോഴി. എന്നുവെച്ചാൽ അതിന്റെ തൂവലെല്ലാം കറുത്തിരിക്കും. പിന്നെ അതിന്റെ ചുണ്ട് കറുത്തതായിരിക്കും. പൂവെല്ലാം കറുത്തിരിക്കും. കാല് കറുത്തിരിക്കും. അത് കിട്ടോ? മേടിക്കാൻ കിട്ടും? അല്ല, ഏതെങ്കിലും വീട്ടുകളിൽ കാണും. കരിങ്കോഴ മുട്ട നമുക്ക് വരുത്താൻ പറ്റും. അതുകൊണ്ടെങ്കിൽ തിരിച്ചു വരുത്താൻ പറ്റുമല്ലേ? നാട്ടിൽ വരുത്താൻ പറ്റും. അത് എന്ത് ചെയ്യാൻ പരിപാടി ചെയ്ത് അവിടെ തരുമോ? വീട്ടിൽ കൊണ്ട് കത്തിക്കാം. ക്ഷുദ്രം ചെയ്തവരെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ. അതിനു മാർഗമുണ്ടോ എന്നായി ഞങ്ങൾ. അല്ല, നമുക്ക് നോക്കട്ടെ റിട്ടേൺ വിടാൻ പറ്റുമോ. റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ നമുക്കല്ലേ? പണി കൊടുക്കാം. ഇത് നമ്മളൊന്ന് ചെയ്യുമ്പോൾ അറിയാം. അപ്പം ഒന്ന് റിട്ടേൺ വിട്ടാം. റിട്ടേൺ വിടാം. വേറെ പണി നമുക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് വന്നിരുന്നത് നമ്മൾ ഒഴിവാക്കുമ്പോൾ അതിനെ റിട്ടേൺ വിടാം. അത് നോക്കാം. നമ്മൾ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും. പ്രകടിപ്പിക്കാന്നാണ് നോക്കാം. ഇതിലൊന്ന് വരുത്തിയിട്ടേ മാറ്റില്ല. കുഴപ്പമില്ല. ഞാനൊരു സാധനം തരാം. ആവശ്യം കണ്ടാൽ ഇപ്പൊ ആവശ്യം കണ്ടാൽ ഉപയോഗിക്കാം. കണ്ടോ? അത് നിങ്ങൾക്ക് സംശയം തോന്നാം. നമ്മൾ ചെയ്തതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഇതിന് ഒന്നിലേക്ക് ചൂടുവെള്ളത്തിൽ വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ തോണ്ടിയെടുക്കുക. എന്നിട്ട് അല്പം എടുത്തിട്ട് സ്മെല്ലൊന്ന് വെച്ചാൽ മതി. പെട്ടെന്ന് മാറും. സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യമൊന്നും കണ്ടാലേ ചെയ്യാം. ഇത് പൈശാചികം ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ജന്മനാടെന്ന നിലയിൽ പ്രശസ്തമായ മാവേലിക്കരയിലെ ചെന്നിത്തല ഗ്രാമത്തിലേക്കാണ് അടുത്ത യാത്ര. ചെന്നിത്തലയിലാണ് മാതാ സച്ചിന്മയീ ദേവിയുടെ ആശ്രമം. ഓമനയെന്ന വീട്ടമ്മയാണ് പിന്നീട് സച്ചിന്മയി ആയത്.
ആശ്രമത്തിന്റെ വെബ്സൈറ്റിൽ ഇതു സംബന്ധിച്ച് നിറം പിടിപ്പിച്ച നിരവധി കഥകളുണ്ട്. മാതാവ് ഗൗരിയമ്മ ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകിയപ്പോൾ പ്ലാസന്റ പോലെ ഒരു ബാഗിലായിരുന്നത്രേ ഓമനയുണ്ടായിരുന്നത്. മഞ്ഞ നിറത്തിലുള്ള പാമ്പ് കടിച്ചെന്നതും ദിവ്യ വെളിച്ചം കണ്ടെന്നതുമെല്ലാമായി സച്ചിന്മയിയുടെ ദിവ്യശക്തി സൈറ്റിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. ഇപ്പോൾ 51 വയസ്സുള്ള ഓമന വിവാഹിതയും യൗവനത്തിലെത്തിയ 2 മക്കളുടെ അമ്മയുമാണ്. രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന സച്ചിന്മയിക്ക് ഗൾഫ് നാടുകളിലടക്കം ഭക്തരുണ്ട്. അടുത്തിടെയും സച്ചിന്മയി ദുബായ് സന്ദർശിച്ചിരുന്നു. என்னடா இழுவ மேட்ருக்கு வாடா கும்பிட போன தெய்வம் அட குறுக்க வந்ததம்மா அட குறுக்க வந்த தெய்வம் ஏன் கூட ஆடுதம்மா பால ஊத்தடா கூழ ஊத்தடா வேண்டிக்கிட்டே சோட ஏத்தடா வெட்டு வண்டடா துண்டு ரெண்டடா வெட்டி வெச்ச தேங்காயில பூஜை பண்ணடா. ചില പ്രശ്നങ്ങളുള്ള മുസ്ലിം യുവാവിനെ കൂട്ടിക്കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ സച്ചിന്മയിയെ കണ്ടത്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞിന് സാന്നിധ്യമുണ്ടോ സനമാനമുണ്ടോ സർവലോകലോകേശ്വരി ലോകനാഥായ നമോ നമ ശിവായ സർവേശ്വരി പൂർണേശ്വരി പൂർണ്ണലോകേശ്വരി ലോകനാഥായ നമോ നമ ശിവായ. ശരീരത്തിൽ കത്തിവയ്ക്കേണ്ട സമയമായിരുന്നെന്നും കഷ്ടകാലം തീരുമെന്നും മന്ത്രം ജപിച്ച ശേഷം സച്ചിന്മയി പ്രവചിച്ചു. ഒക്ടോബർ 15 മുമ്പ് ശരീരത്തെ എവിടെയെങ്കിലും ഒരു കത്തി വെക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ ഉണ്ടായില്ലല്ലോ, സമയം പോയി കഴിഞ്ഞു പോയി എന്നുവെച്ചാൽ അത് നമ്മുടെ ഭാഗ്യം അല്ലേ, നമ്മുടെ ദൈവാധീനം കൊണ്ട് നമുക്ക് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിനകത്ത് വന്നേക്കുന്നത് മേടൻ രാശി ഈശ്വരാധീനവും പൂർണ്ണ യോഗത്തോടു കൂടി നിൽക്കുവാണെങ്കിലും ഈശ്വരന്റെ സപ്പോർട്ടുണ്ട്, ഭഗവാന്റെ സപ്പോർട്ട്. ഈശ്വരന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും സമാധാനമില്ല, ശാന്തിയില്ല, ചിന്തിക്കുക, വിപ്രാളം ഉണ്ടാവുക, പൂർണ്ണതയില്ലാത്ത വിഷമങ്ങൾ വന്നുകൂടുക, ധനനഷ്ടങ്ങളിലേക്ക് ഭവിക്കുക, ധനനഷ്ടം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നെന്നും പൂർണ്ണതയില്ലാത്ത വിഷമത്തെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നെന്നുമാണ് കണ്ടത്. വിവാഹിതനല്ലെന്ന കാര്യം മറച്ചുവെച്ച് ഭാര്യയുമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് അടുത്ത കളവ് പറഞ്ഞു. വിവാഹമൊക്കെയോ കല്യാണം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞ അവരുടെ വീട്ടിലാണ്. അത്ഭുതം. കുടുംബ പ്രശ്നവും അമ്മ ദിവ്യദൃഷ്ടിയിലൂടെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. വിവാഹം നടന്ന് അവര് ഒരു വർഷം ഇങ്ങനെ ആയെങ്കിലും ഇപ്പം ഇങ്ങനെ പറഞ്ഞുതരുക, 1 വർഷം ഇപ്പോൾ ആയി സന്തോഷമായിട്ട് നിൽക്കുവാണെങ്കിലും ഭാര്യയായിട്ട് പിണങ്ങി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. മോനെ സൂക്ഷിച്ചോണം നിങ്ങളെ തമ്മിൽ. ഉണ്ട്, ഇനിയും പോകും. എന്താ പറയുന്നത്, വേണ്ടെന്ന് മതിക്കുക. പിന്നെ ശശി എന്നും പറഞ്ഞ ആരെങ്കിലും മരിച്ചവരുണ്ടോ അടുത്ത്? ശശി ആത്മഹത്യ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഓർമ്മയിലില്ല. ഇല്ലയോ? ഏലിയമ്മ ആരാന്നറിയാമോ? കുളിക്കാനിറങ്ങിയപ്പോൾ പേടിച്ചെന്ന നമ്പർ ഞങ്ങൾ ഇറക്കി നോക്കി. അല്ല, ഇപ്പൊ കൊണ്ടുവന്ന വിഷയമേ വേറൊരു വിഷയമായിരുന്നു. പുള്ളി എന്തോ കുളിക്കാൻ ഇറങ്ങിയപ്പോ ഇങ്ങനെ കുളത്തിൽ എന്തോ കുളിക്കാൻ ഇറങ്ങി, അങ്ങനത്തെ പ്രശ്നമാണ്. രാത്രി കിടന്നിറങ്ങുമ്പോ അല്ല, അതുണ്ട്. അറുപല ഇതൊക്കെ ചാച്ചിനെ കിട്ടിയിട്ടുണ്ട് കൂടെ. ഒരു നീറ്ററുവല എന്ന് പറയും നമ്മൾ, വെള്ളത്തിൽ നിന്ന് ഒരു ഭയം കിട്ടിയതായിട്ട് ഈ പറഞ്ഞു വരുന്നതിനകത്ത് തോന്നിയത്. ആളുടെ കൂടെ ഉണ്ടോ? അല്ലേ, ആളുടെ കൂടെ ഉണ്ടോ? നീറ്ററുവലുണ്ട്. എല്ലാ ബാധകളും ഒഴിപ്പിക്കാൻ സച്ചിന്മയി ദേവിക്ക് നിഷ്പ്രയാസം കഴിയും. ഇതിപ്പം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കാണെങ്കിൽ മോനാണെങ്കിൽ ഒരു പിശാച് ബന്ധനം ഉണ്ട്, അത് ഒഴിച്ചു കളയണം. അത് ചെക്ത ചന്ദനം മുട്ടിയാൽ നമ്മൾ ആളിരൂപം, വെള്ളിയുടെ ആളിരൂപം വരച്ച് അതിനെ ഉച്ചാടിച്ച് കളയണമെന്നാണ് കണ്ടേ. എന്നിട്ട് ഇദ്ദേഹത്തിന് ധാര നടക്കണം നമ്മൾ തലയിൽ കൂടെ, കറക്റ്റായിട്ട് മാറിക്കിട്ടും. എന്നുവെച്ചാൽ കർമ്മമില്ല, അതുപോലെ കർമ്മം ചെയ്ത് നമ്മളെ കൂടി ഇരുത്തി തലയിൽ കൂടെ ധാര ഒഴിക്കും. അത്തി ഇട്ടി അരയാൽ വേരാല് ഇതിട്ട് വെട്ടി തിളപ്പിച്ച് അത് നമ്മൾ കലശം കെട്ടും. കലശം കെട്ടിയിട്ട് ഇതുപോലെ ഇതിനെ എടുത്ത് ഉച്ചാടിച്ചിട്ട് ആ കലശം ഇതിന് തലയിൽ കൂടെ ഒഴിച്ച് വിളിച്ച് ഇത് മാറും. അറുപലെന്ന് വെച്ചാൽ വെള്ളത്തിൽ മരിച്ച ഒരു ആളിന്റെ ഒരു ആത്മാവ് അത് നമ്മളെ ടച്ച് ചെയ്യുന്നു എന്നുള്ളത്. എപ്പോഴും ഒന്നുമില്ല.
ഒരു അനിയൻ്റെ ഒരു കേസുണ്ട്. അതിനൊരു 6 മാസം മുന്നേ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അനിയന്റെ പേരെന്തുവാ? നവാസ്. വയസ്സൊക്കെ അതിനൊരു 27 വയസ്സായിട്ടുണ്ടാവും. 27 വയസ്സ് വന്നു. അതൊക്കെ നോക്കാം. കറക്റ്റ് അതിൽ വന്നില്ല. 27 വയസ്സ്. 27 വയസ്സ് വന്ന് അതൊക്കെ നോക്കട്ടെ. സാന്നിധ്യമുണ്ടോ സ്ഥാനമാനമുണ്ടോ സർവലോകലോകേശ്വരേ ലോകനാഥായ നമോ നമഃ ശിവായ സർവേശ്വരേ സർവേശ്വരേ ലോകേശ്വരേ ലോകനാഥായ നമോ നമഃ ശിവായ. നിങ്ങളെല്ലാവരും അന്വേഷിച്ചേക്കോ അച്ഛനെ? കുറേ അന്വേഷിച്ചു, എന്നിട്ട് ഒരു വിവരമല്ല. ഇവിടെ ആരും കൊണ്ടുപോയി എന്തുവാണെന്ന് അറിയില്ല. ഈ പിന്നെ റെജീന എന്ന് പറയുന്ന കുട്ടി ഏതാ പെൺകുട്ടി? കുഞ്ഞാലിക്കുട്ടി അല്ല, അവിടെ ഒരു പണിക്ക് പോയിരുന്നു കോഴിക്കോടൊക്കെ. ഈ കുഞ്ഞാലിക്കുട്ടി കേസിൽ വേണം ആൾക്കാരുടെ കസ്റ്റഡിയിലുണ്ടാവും. ഓമന എന്ന സച്ചിന്മയിക്ക് അവകാശപ്പെടുന്നത് പോലെ ദിവ്യശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കളവുകൾ മനസ്സിലായില്ല? എന്തായാലും താഴെത്തട്ടിലുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇവർ ഇന്ന് സാമ്പത്തികമായി ഏറെ മികച്ച നിലയിലാണ്. മറ്റു വിഷയങ്ങളുമായി കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച.